വളരെ നല്ല പടമാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാ തരത്തിലും ഒരു ഫീൽ ഗുഡ് പടമാണ് ശരിക്കും പറഞ്ഞാൽ. കോമഡിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ലോണം വർക്കൗട്ടായ ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കാസ്റ്റിംഗ് ആണ്. ലൈക്ക് വിനയ് ഫോർട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിനും അതേപോലെ ലുക്മാനും ദീപയും പിന്നെ മജുക്കയുടെ ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. പടം നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളും ഇപ്പോഴാണ് ആക്ച്വലി സിനിമ കാണുന്നത്. ഡബിൻ്റെ സമയത്തും ചെറിയ പാച്ചിൻ്റെ സമയത്തൊക്കെ ഒന്ന് കണ്ടതല്ലാതെ ത്രൂ ഔട്ട് മൂവി ഇപ്പോഴാണ് ഞങ്ങളും കണ്ടത്. ഞങ്ങൾക്ക് സത്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും നമ്മുടെ സിനിമ എന്നുള്ളത്. പക്ഷേ ഓരോ കോമഡിക്കും നിങ്ങൾ ചിരിക്കുമ്പോഴും കൈയടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൻ എന്നുള്ള ഒരു ഡയറക്ടർ, അപ്പൻ എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത ആളുടെ അടുത്ത് നിന്നാണ് ഇതുപോലൊരു എൻ്റർടൈനർ മൂവി വരുന്നത് എന്നുള്ളത് അറിയുമ്പോൾ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ആ ഡയറക്ടർ തന്നെ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തതെന്നുള്ളത്. സോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. 10-ാം തീയതി സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും പോയി കാണണം. ഒന്നുകൂടി പോയി കാണണം. ഫ്രണ്ട്സിനോടൊക്കെ ഫാമിലിയോടൊക്കെ കാണാൻ പറയണം. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ട ഗംഭീരം, അടിപൊളി, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഒരു പ്രത്യേക നമ്മൾ കുറച്ച് നാളുകളായിട്ട് മിസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പെർഫോമൻസ് ആയിരുന്നു. കാരിക്കേച്ചർ മോഡൽ സാധനം ഉറപ്പായിട്ടും. ഏതാ അല്ല, അത് ചേട്ടൻ അറിയാലോ, പ്രൂവൺ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ ഞാനിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല സിനിമ, വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിം. അതെ അതെ, രസമുള്ള പടമാണ്. എല്ലാവരും പോയി കാണാം. തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണാം. ഓക്കെ, ശരി. നല്ല മൂവിയാണ്. മജുവിൻ്റെ ഇത് 3ാമത്തെ മൂവിയാണ് മജുവിൻ്റെ. അപ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു നമ്മൾ പണ്ട് കാലത്ത് കണ്ടുപരിചയിച്ച ഒരു നാട്യമ്പുറങ്ങളും പരിസരങ്ങളൊക്കെയാണ്. വളരെ ഹാസ്യാത്മകമായിട്ട് വിമർശനാത്മകമായിട്ടുള്ളൊരു കാര്യത്തെ വിഷയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട്. വളരെ നന്നായിട്ട് ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മളൊരു വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് പോലെ നമുക്കിതൊരു കാർട്ടൂൺ കാരിക്കേച്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓരോരുത്തരും വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കര അവരവരുടെ ക്യാരക്ടർ അവരങ്ങനെ പ്ലേസ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഭയങ്കര രസമായിട്ടാണ് മേക്കിംഗ്. വിഷ്വലി കാണാനാണെങ്കിലും ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമാണ്. വിനയേട്ടന് കുറച്ച് കയറി നിൽക്കുന്ന മീറ്ററാണ്, പക്ഷെ എന്നാൽ പോലും അത് ആ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മജു വീണ്ടും നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന. ആക്ച്വലി മജിക്കയുടെ കൂടെ ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും നമുക്കറിയില്ല ഇതിനകത്ത്. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ കൂട്ടിയാണ് എനിക്ക് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട എല്ലാവരും പറയുന്നത് മുൻപോട്ടിടുന്ന താറാവാതെ സിനിമകളുമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാട്ടുകാർ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഫീൽ ചെയ്തു. അതെ അതെ, ആ നാട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. ശരിയാണ് കേട്ടോ, പറഞ്ഞ കറക്റ്റാണ്. താങ്ക് യു. വിനയാണ് സിനിമ. ശരിക്കും വിനയുടെ സിനിമ പോലെ വേണം പറയാനായിട്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വിനയുടെ ആ ഒരു വിഗ് മീശ ഇതൊക്കെയാണെങ്കിലും ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് അവസാനം ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദീപ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ലുക്മാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് നമുക്കറിയാം പുള്ളി നന്നായിട്ട് ചെയ്യുന്നു. അതുപോലെ സണ്ണിയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഭയങ്കര സട്ടിലായിട്ട് നമ്മളിപ്പോൾ കണ്ട കഥകൾ പോലൊരു കഥയല്ല. നമ്മൾ അവസാനം വരെ പ്രെഡിക്റ്റ് ചെയ്യില്ലാത്ത പോലെ ചിലതറിയാം, എന്നാലും ഭയങ്കര രസത്തിൽ വന്നിരിക്കുന്ന ഒരു കഥയാണ്. നല്ല സിനിമയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതിൻ്റെ മ്യൂസിക് ഭയങ്കര രസമായിട്ടുണ്ട്. താങ്ക് യു. കോമഡി ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതായത് നമ്മൾ സ്ലാപ്സ്റ്റിക് കോമഡി അല്ല, സിറ്റുവേഷണലായിട്ട് അവർ കുറേ നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്ന കോമഡികളുണ്ട്. ഫാമിലി മൂവിയാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഒട്ടും ഓവറായിട്ട് ചെയ്യാത്തൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. താങ്ക് യു. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. കോമഡി മാത്രമേ ഉള്ളൂ. ഹ്യൂമറാണ്. ഫാമിലിക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയാണ്. കോമഡിയാണ്. വിനയ് ഫോർട്ട് ചാട്ടൻ സൂപ്പറായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഈ മതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. എന്നാലും നല്ലൊരു സ്റ്റോറി, അതേപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും കാണുന്നവർക്ക്. അങ്ങനെ ഫീൽ ചെയ്തു. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമ എന്നുള്ള ഒരു രീതി നോക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു
സിനിമാറ്റോഗ്രാഫി ഒക്കെ ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളാണല്ലോ ഇനി എക്സ്പീരിയൻസ് ഒക്കെ പറയേണ്ടത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പടം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. അപ്പം ഈ വരുന്ന മെയ് 10-നാണ്, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപാട് ഈ സിനിമയിലുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.